ഗുഡ് മോർണിംഗ്. വെൽക്കം ടു +2 പൊളിറ്റിക്സ് ക്ലാസ്. നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പ്രാദേശിക അഭിലാഷങ്ങൾ എന്ന പാഠഭാഗത്തിലാണ്. ആ പാഠഭാഗത്തിൽ ജമ്മു കാശ്മീർ, പഞ്ചാബ്, അതേപോലെ വടക്കുകിഴക്കൻ മേഖലയിലെ വിഷയങ്ങൾ അതാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വടക്കുകിഴക്കൻ മേഖലയിൽ പ്രധാനമായും 3 പ്രശ്നങ്ങളാണുള്ളത് എന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. അതിലൊന്ന് സ്വയംഭരണത്തിന് വേണ്ടിയുള്ള ആവശ്യം, രണ്ടാമത്തത് വിഘടനവാദ പ്രസ്ഥാനങ്ങൾ, ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് മൂന്നാമത്തെ വിഷയമായ പുറമേ നിന്നുള്ളവർക്കെതിരായ പ്രസ്ഥാനങ്ങൾ എന്നതാണ്. ഇന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നും വടക്കുകിഴക്കൻ പ്രദേശങ്ങളിലേക്ക് ധാരാളം ആളുകൾ കുടിയേറി പാർത്തിരുന്നു. ആ പ്രദേശത്തുകാർക്ക് തന്നെ ആവശ്യമായത്ര വിഭവങ്ങളില്ലാതിരുന്ന സമയത്ത് ഇത്തരം ആളുകൾ കൂടി കടന്നു വരുന്നത് ഈ മേഖലയിൽ വിഭവ ശോഷണത്തിന് കാരണമാവുമെന്ന് ആ പ്രദേശത്തുകാർ ആലോചിച്ചു. 1979 മുതൽ 85 വരെ നീണ്ടുനിന്ന ആസാം പ്രസ്ഥാനം പരദേശികൾക്കെതിരെയുള്ള പ്രസ്ഥാനത്തിന് ഒരു ഉദാഹരണമാണ്. കുടിയേറ്റക്കാരിൽ ഭൂരിഭാഗവും ബംഗ്ലാദേശിൽ നിന്ന് വന്നവരാണ്. ഈ വിദേശികളെ കണ്ടെത്തി പുറത്താക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ആസാമിലെ ജനങ്ങൾ ബോധവാന്മാരായി. അല്ലാത്തപക്ഷം ആസാമിൽ അവർ ആധിപത്യം സ്ഥാപിക്കുകയും ആസാംകാർ ന്യൂനപക്ഷമായി തീരുകയും ചെയ്യും. ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും അത്യന്തം രൂക്ഷമായിരുന്നു. എണ്ണ, തേയില, കൽക്കരി തുടങ്ങിയ പ്രകൃതി വിഭവങ്ങളെ കുടിയേറ്റക്കാർ ചൂഷണം ചെയ്യുന്നു എന്നും അവർ മനസ്സിലാക്കി. രാഷ്ട്രീയ ബന്ധമില്ലാത്ത ആസാമിലെ ഒരുപറ്റം വിദ്യാർത്ഥികൾ 1979 ദേശവിരുദ്ധ പ്രസ്ഥാനത്തിന് തുടക്കമിട്ടു. ആസാമിലേക്കുള്ള അനധികൃത കുടിയേറ്റമായിരുന്നു ഈ പ്രസ്ഥാനം ആരംഭിക്കാൻ കാരണം. ബംഗാളികളും മറ്റു ദേശക്കാരും വൻതോതിൽ ആസാമിലേക്ക് കുടിയേറി. അവരുടെ സംഖ്യ ആസാമിനേക്കാൾ കവിഞ്ഞു. വോട്ടർ പട്ടികയിൽ ലക്ഷക്കണക്കിന് കുടിയേറ്റക്കാരെ ഉൾപ്പെടുത്തിയിരുന്നു. 1951 ശേഷം ആസാമിൽ കുടിയേറിയ പുറത്തുനിന്നുള്ളവരെ തിരിച്ചയക്കണമെന്ന് അഖില ആസാം ഗണസംഗ്രാം പരിഷത്ത് ആവശ്യപ്പെട്ടു. പുതിയ രീതിയിൽ പ്രക്ഷോഭം നടത്തിയവർ എല്ലാ ആസാമികളുടെയും പിന്തുണ നേടി. അക്രമങ്ങളിൽ അനേകം പേർ കൊല്ലപ്പെടുകയും വസ്തുവകകൾ നശിക്കുകയും ചെയ്തു. ബീഹാറിലുള്ള ശുദ്ധീകരണശാലകളിലേക്ക് എണ്ണ കൊണ്ടുപോകുന്ന തീവണ്ടികൾ തടഞ്ഞ് എണ്ണയുടെ വിതരണം അവർ തടസ്സപ്പെടുത്തി. 6 കൊല്ലം നീണ്ടുനിന്ന ബഹളത്തിനൊടുവിൽ ഓൾ ആസാം സ്റ്റുഡൻസ് യൂണിയൻ AASU നേതാക്കളുമായി സർക്കാർ ഒരു ചർച്ച നടത്തുകയും 1985 ഒരു കരാർ ഒപ്പുവെക്കുകയും ചെയ്തു. ബംഗ്ലാദേശ് യുദ്ധകാലത്തും അതിനുശേഷവും ആസാമിൽ കുടിയേറി എല്ലാവരെയും പുറത്താക്കാൻ ഉടമ്പടിയിൽ വ്യവസ്ഥ ചെയ്തിരുന്നു. വിദ്യാർത്ഥി നേതാക്കൾ അങ്ങനെ തങ്ങളുടെ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിച്ചു. ASUവും ആസാം ഗണസംഗ്രാം പരിഷത്തും ചേർന്ന് ആസാം ഗണപരിഷത്ത് AGP എന്ന പേരിൽ ഒരു പാർട്ടി രൂപീകരിക്കുകയും വിദേശികളെ പുറത്താക്കുമെന്നും സുവർണ ആസാം സ്ഥാപിക്കുമെന്നും വാഗ്ദാനം നൽകി AGP തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. ആസാമിൽ ഇന്ന് സമാധാനമുണ്ട്. രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ രീതി പാടെ മാറിയിരുന്നു. ആസാമിൻ്റെ അവസ്ഥ ഇന്ന് നമുക്കറിയാം. പൗരത്വ നിയമം ഇന്ത്യയിൽ പ്രഖ്യാപിക്കുകയും അതാദ്യമായി നടപ്പാക്കുകയും ചെയ്ത സംസ്ഥാനമാണ് ആസാം. ഒരുപാട് വിദേശികൾക്ക് പൗരത്വം നിഷേധിച്ചുകൊണ്ടാണ് ആസാമിൽ അവിടുത്തെ പൗരത്വ നിയമം നടപ്പാക്കിയത് എന്ന് നമ്മൾ ഈ അടുത്ത കാലത്തായി ഏതാണ്ട് 12 ലക്ഷത്തോളം ആളുകളെ ആ പ്രദേശത്തെ പൗരന്മാരല്ലാതാക്കുകയും അവരെ ഡിറ്റൻഷൻ ക്യാമ്പുകളിലേക്ക് അയക്കുകയും ചെയ്തു എന്നൊക്കെയുള്ള വാർത്തകളും നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങളുടെയൊക്കെ ഒരു തുടക്കം എന്ന് പറയുന്നത് ആസാമായിരുന്നു എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാം. ഇൻ ദിസ് ചാപ്റ്റർ വി ആർ ഡിസ്കസിങ് അബൌട്ട് റീജിയണൽ ആസ്പിറേഷൻസ്, പഞ്ചാബ്, ജമ്മു ആൻഡ് കാശ്മീർ, നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്സ്. The major issues in north east states are 3. The first one is secessionist movement. Second one, demands for autonomy. Today we are discussing the third one, movements against outsiders. People in large number came to the northeast region from India or abroad. The local people considered them as outsiders who encroached on their scarce resources. They formed potential competition for political power and employment. Often this opposition to outsiders has assumed violent form in the northeast. The Assam movement is the best example of such movement against outsiders. From 1979 to 1985, this Assam movement was very much alive. Many Bengali Muslims settlers came from Bangladesh. The Assamese
people rightly felt that these foreign nationals had to be detected and deported. Otherwise, the Assamese population in Assam would be reduced to minority. Moreover, poverty was rampant and unemployment acute. Naturally, the foreign settlers would add to depletion of their natural resources, oil, tea, and coal. The student community in Assam, having no political affiliation, led an anti-foreign movement in 1979. Illegal migration into Assam was the main cause of this movement. Bengali and other outsiders came in huge number and seemed to outnumber the Assamese. The voters list included lakhs of immigrants. The student organization demanded that all outsiders who came to Assam after 1951 should be sent back. Using novel methods of agitation, the movement mobilized all Assamese people's support. The movement brought in its wake violent incidents, loss of property and human lives. Trains were blocked in Assam, preventing oil supply to refineries in Bihar. After 6 years of turmoil, the government entered into negotiations with all Assam Students' Union leaders. An accord was signed in 1985. As per this agreement, all foreigners who migrated during and after the Bangladesh War were to be deported. The students' movement successfully met its goals. The ASU and Assam Ganasangh Parishad organized themselves into a political party. Assam Gana Parishad, it went to the polls with the resolve to end foreign national problems and build a golden Assam. Today, the Assam was the state implemented National Register of Citizenship Bill first in our state. The method and consequences of implementing such will be widely criticized all over India, and several protests were conducted all over the country, and all people except ruling party participated in this strike, and all these events are related to Assam. സിക്കിമിൻ്റെ ലയനം. സ്വാതന്ത്ര്യം നേടിയ കാലത്ത് സിക്കിം ഇന്ത്യയുടെ ഭാഗമോ സ്വതന്ത്ര പരമാധികാര രാജ്യമോ ഒന്നും ആയിരുന്നില്ല. ഇന്ത്യയുടെ ഒരു സംരക്ഷിത രാജ്യമായിരുന്നു സിക്കിം. സിക്കിമിൻ്റെ സൈനിക കാര്യവും വിദേശ കാര്യത്തിൻ്റെയും ചുമതല അന്ന് ഇന്ത്യക്കായിരുന്നു. സിക്കിം രാജാവായ ചോക്യാൽ ആഭ്യന്തര കാര്യങ്ങൾ നോക്കുകയും ജനങ്ങളുടെ ജനാധിപത്യ അഭിലാഷങ്ങൾ തൃപ്തിപ്പെടുത്താൻ ചോക്യാലിന് കഴിയാതെ വരികയും ചെയ്തപ്പോൾ അതുവരെ നടന്നു വന്നിരുന്ന ഭരണക്രമീകരണങ്ങൾ പരാജയപ്പെട്ടു. സിക്കിമിലെ ജനങ്ങളിൽ ഭൂരിഭാഗവും നേപ്പാളി വംശജരാണ്. എന്നാൽ ചോക്യാൽ ന്യൂനപക്ഷ സമുദായമായ ലെപ്ച ബൂട്ടിയ സമുദായ അംഗമായിരുന്നു. ഈ രണ്ട് സമുദായത്തിലും പെട്ട ചോക്യാൽ വിരുദ്ധ നേതാക്കൾ പിന്തുണക്കായി ഇന്ത്യയെ സമീപിച്ചു. 1974 സിക്കിമിൽ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്നു. സിക്കിം കോൺഗ്രസ് പാർട്ടി അത്ഭുതകരമായ വിജയം നേടി. അസോസിയേറ്റ് പദവിക്കായി ആദ്യത്തെ അസംബ്ലി ഇന്ത്യയോട് അഭ്യർത്ഥിച്ചു. ഇന്ത്യയുമായി സമ്പൂർണ്ണ ലയനം ആവശ്യപ്പെട്ട് അസംബ്ലി 1975 പ്രമേയം പാസാക്കി. ഇന്ത്യൻ പാർലമെൻറ്റ് ഈ ആവശ്യം ഉടൻ അംഗീകരിച്ചു. അങ്ങനെ സിക്കിം ഇന്ത്യയുടെ 22ാമത്തെ സംസ്ഥാനമായി മാറി. ചോക്യാൽ ഈ ലയനം അംഗീകരിച്ചില്ല. ഇന്ത്യ കള്ളക്കളി കളിച്ചുവെന്നും ബലപ്രയോഗം നടത്തിയെന്നും ചോക്യാൽ ആരോപിച്ചു. എന്നാൽ ലയനത്തെ അവിടുത്തെ ജനങ്ങൾ പിന്തുണച്ചു. മർജർ ഓഫ് സിക്കിം. At the time of independence, Sikkim was not a part of India. At the same time, it was not a fully sovereign country. India had to look after Sikkim's defense and foreign relations. And Sikkim's monarch Chokyal was to see to the internal administration. Soon this arrangement failed due to the inability of Chokyal to deal with the democratic aspirations of the people. Majority of Sikkim's populations belonged to the Nepali community, but Chokyal was a member of minority community Lapcha Bhutia. The leaders of the anti-Chokyal majority of both communities approached India for support. In 1974, Sikkim had the first democratic election. The Sikkim Congress Party had a sweeping majority. The first assembly requested India for status of associated state
In 1975, the Assembly passed a resolution asking for full integration with India. The Indian Parliament complied with the request immediately and Sikkim became the 22nd state of India. Of course, Chokyal did not accept this merger. He accused India of foul play and the use of force, but the merger was supported by the ഗോവയുടെ മോചനം. 1974 ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് മുക്തി നേടിയെങ്കിലും വിദേശാധിപത്യത്തിൽ നിന്ന് പൂർണ്ണ മോചനം നേടിയിരുന്നില്ല. ഗോവ, ദാമൻ, ദിയു എന്നീ പ്രദേശങ്ങൾ 16-ാം നൂറ്റാണ്ട് മുതൽ തന്നെ പോർച്ചുഗീസുകാരുടെ അധീനതയിലായിരുന്നു. പോർച്ചുഗീസുകാർ ഗോവയിലെ ജനങ്ങളെ അടിച്ചമർത്തുകയും പൗരാവകാശങ്ങൾ നിഷേധിക്കുകയും നിർബന്ധിത പദപരിവർത്തനം നടത്തുകയും ചെയ്തു. ഇന്ത്യ സ്വതന്ത്രമായിട്ടും പോർച്ചുഗീസുകാർ ഇന്ത്യ വിടാൻ വിസമ്മതിച്ചു. ഇന്ത്യ വിട്ടുപോകാൻ സർക്കാർ അവരെ നിർബന്ധിച്ചു. എന്നാൽ പോർച്ചുഗീസുകാർ അഭ്യർത്ഥന നിരാകരിച്ചു. ഇതിനിടെ ഗോവയെ വിദേശഭരണത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനായി കരുത്തുറ്റ ജനകീയ പ്രസ്ഥാനം അവിടെ ആരംഭിച്ചു. ഗോവയെ സൈനികമായി കീഴടക്കണമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ജനസംഘവും ആവശ്യപ്പെട്ടു. ഗോവയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടുന്നവരെ പോർച്ചുഗീസുകാർ അടിച്ചൊതുക്കാൻ ശ്രമിച്ചു. 1961 ഗോവയെ മോചിപ്പിക്കാൻ ഇന്ത്യൻ പട്ടാളത്തെ നിയോഗിച്ചു. 2 ദിവസത്തിനുള്ളിൽ ഗോവയും ദാമനും ദിയുവും ഇന്ത്യൻ യൂണിയന് സ്വന്തമായി. ഭരണഘടനയുടെ 12-ാം ഭേദഗതി പ്രകാരം ഈ 3 പ്രദേശങ്ങളും ചേർത്ത് കേന്ദ്രഭരണ പ്രദേശമാക്കി. താമസിയാതെ സങ്കീർണമായ മറ്റൊരു പ്രശ്നം ഉയർന്നു വന്നു. മഹാരാഷ്ട്രവാദി ഗോമന്തക് പാർട്ടി MGPയുടെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം ഗോവയെ മഹാരാഷ്ട്രയിൽ ലയിപ്പിക്കാൻ ആഗ്രഹിച്ചു. ഗോവ മറാത്തി സംസാരിക്കുന്ന പ്രദേശമായതുകൊണ്ടാണ് ഇവർ ഇങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചത്. എന്നാൽ ഗോവക്കാരിൽ പലരും ഗോവയുടെ സംസ്കാരവും പ്രത്യേകിച്ച് കൊങ്കണി ഭാഷയെ നിലനിർത്തുന്നതിൽ ബദ്ധശ്രദ്ധരായിരുന്നു. ഐക്യ ഗോവൻ പാർട്ടി UGP ആണ് അവർക്ക് നേതൃത്വം നൽകിയത്. 1967 ജനുവരിയിൽ കേന്ദ്ര ഗവൺമെൻറ് ഗോവയിൽ ഒരു അഭിപ്രായ വോട്ടെടുപ്പ് നടത്തി. അങ്ങനെ മഹാരാഷ്ട്രയിൽ ലയിക്കുവാനോ പ്രത്യേകമായി നിലനിൽക്കുവാനോ ഉള്ള തീരുമാനം ജനങ്ങൾക്ക് വിട്ടുകൊടുത്തു. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ജനഹിത പരിശോധന ഉണ്ടാകുന്നത്. മഹാരാഷ്ട്രയിൽ ചേരാതെ സ്വതന്ത്രമായി നിൽക്കാനാണ് ഭൂരിഭാഗം ജനങ്ങളും വോട്ട് ചെയ്ത് തീരുമാനിച്ചത്. അങ്ങനെ ഗോവ കേന്ദ്രഭരണ പ്രദേശമായി തന്നെ തുടർന്നു. 1987 ഗോവയ്ക്ക് സംസ്ഥാന പദവി ലഭിച്ചു. ലിബറേഷൻ ഓഫ് ഗോവ. ദോ ഇന്ത്യ became independent in 1947, she had not liberated herself from British dominance. From the 16th century, Goa, Diu and Daman had been under the Portuguese who suppressed the people. They were denied their civil rights. Even forced religious conversion were resorted to. When India became independent, the Portuguese refused to withdraw. Our government persuaded the Portuguese government to withdraw. There was also a strong popular movement within Goa demanding freedom. The movement got strong support from socialist satyagrahi from Maharashtra. In 1961, our government sent the army to liberate Goa. Within 2 days, Goa, Daman and Diu became territory of the Indian Union. Problems started when the Maharashtravadi Gomantak Party MGP came up with a demand to merge with Maharashtra. Only a section of Marathi-speaking people joined the group. The majority wanted to retain their Goan identity and culture. They loved their language, Konkani. The UGP, United Goan Party, did not accept the views of the MGP. To solve the problems, the government of India conducted an opinion poll asking the Goan people express their decision. It was the only case in which the Indian government had turned to a referendum-like procedure to find the people's view. Majority of the people in Goa voted in favor of Goa and not joining Maharashtra. So Goa continued to be a union territory. Later on, in 1987, Goa became a state of the Indian Union. കൊള്ളലും ദേശീയ ഉദ്ഗ്രഥനവും. സ്വാതന്ത്ര്യം കിട്ടിയ 69 കൊല്ലം പിന്നിട്ടിട്ടും ദേശീയ ഉദ്ഗ്രഥനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കാതെ തുടരുകയായിരുന്നു. സംസ്ഥാന പദവി, സാമ്പത്തിക വികസനം, സ്വയംഭരണത്തിനു വേണ്ടിയുള്ള അവകാശം, വേർപെടൽ തുടങ്ങി ആശയങ്ങൾ പല പ്രദേശങ്ങളും ഉയർത്തിക്കൊണ്ടുവന്നു. അത്തരം സംഘർഷങ്ങൾ ജനാധിപത്യ രാഷ്ട്രീയത്തിൽ സാധാരണമാണ്. സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളുടെ ആവശ്യങ്ങൾ ഉൾക്കൊള്ളാനുള്ള കഴിവ് ജനാധിപത്യം പക്വതയാർജിച്ചതിൻ്റെ തെളിവാണ്.
ഈ സാഹചര്യങ്ങളിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഒന്ന്, ജനാധിപത്യവും പ്രാദേശിക അഭിലാഷങ്ങളും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. ഏതെങ്കിലും ഒരു പ്രദേശത്ത് നിന്ന് എന്തെങ്കിലും ഒരു ആവശ്യം ഉയർന്നു വരുന്നത് ഒരിക്കലും ജനാധിപത്യത്തിൻ്റെ വിരുദ്ധമല്ല, അത് ജനാധിപത്യത്തിൻ്റെ സ്വഭാവമാണ്. അത് ബ്രിട്ടനിൽ നിന്ന് സ്കോട്ട്ലാൻഡ്, വെയിൽസ്, വടക്കേ അയർലൻഡ് എന്നീ പ്രദേശങ്ങളിലെ ജനങ്ങൾ പ്രാദേശിക അഭിലാഷങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട്. സ്പെയിനിലെ ബാസ്കുകൾ ഇത്തരത്തിൽ, ശ്രീലങ്കയിലെ തമിഴർ. അപ്പോൾ ഇത് ജനാധിപത്യത്തിൻ്റെ സ്വഭാവമാണ്, അതൊരിക്കലും ജനാധിപത്യ വിരുദ്ധമല്ല. 2, ജനാധിപത്യപരമായ ചർച്ചകളാണ് പ്രാദേശിക വാദങ്ങളെ മനസ്സിലാക്കാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം. അടിച്ചമർത്തൽ താൽക്കാലികമായ പരിഹാരം മാത്രമേ ആവുകയുള്ളൂ. പ്രധാനപ്പെട്ട ഒരു പാഠമാണിത്. ഇത്തരം ആവശ്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നവരെ തീവ്രവാദികളാണെന്ന് പറഞ്ഞ് അടിച്ചമർത്തിയാൽ താൽക്കാലികമായ ഒരു ശമനം ഉണ്ടാവുമെന്നല്ലാതെ ആ പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹരിക്കാൻ കഴിയില്ല. അതിനുദാഹരണമാണ് പഞ്ചാബിൽ അടിച്ചമർത്തൽ നയം സ്വീകരിച്ചപ്പം പ്രശ്നം വഷളാവുകയും ചർച്ച നടത്തിയപ്പം പ്രശ്നം തീരുകയും ചെയ്തു. ഇപ്പോൾ നമ്മുടെ ജമ്മു കാശ്മീരിലൊക്കെ നടക്കുന്ന സംഭവങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. ഇൻ്റർനെറ്റ് സൗകര്യവും മനുഷ്യാവകാശങ്ങളുമൊക്കെ നിഷേധിച്ചുകൊണ്ട് അവിടുത്തെ ആളുകൾക്കുള്ള അവകാശങ്ങളും നിഷേധിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. നെക്സ്റ്റ് വൺ, ഡെമോക്രാറ്റിക് നെഗോഷിയേഷൻസ് ഈസ് ദി ബെസ്റ്റ് വേ ടു റെസ്പോണ്ട് ടു റീജിയണൽ ആസ്പിറേഷൻസ്. Suppression should be the last resort. Do not treat agitations on regional issues as a law and order issues. That is exactly what the Indian government did in connection with the military in Punjab, students' agitations in Assam and Kashmir Valley. These different movements had regional issues. The government sought to resolve them through negotiations with the leaders concerned. Reconciliation reduces tension and ultimately settle the issues. Third one, power sharing is of great importance in dealing with the regional issues. The people of region should have a share in power at the state level. They must have a say in matters concern them. Though these regions enjoy autonomy in their matters, they also should share power at the state level and central level because different regions together form the nation. Neglecting regional interest, the nation cannot go ahead. Otherwise, they may feel they are being sidetracked. This would lead a feeling of alienation. Fourth one, feeling of regional discrimination result from regional imbalance in economic development. Backward regions should be given priority. When national policies fail to consider this aspect of regional backwardness, regional imbalance is produced. Hence, some states are highly developed and others are underdeveloped. As a result, we find people migrating to other states looking for better employment and opportunities. Last one, the constitution framers were really farsighted in providing for all such problems of diversity. Our federal system is highly flexible. Arrangements, special power and provisions enjoyed by some states like Jammu and Kashmir and those in north east cater to the interest of the people. Our constitution through the 6th schedule gives complete autonomy to some tribes. Their customs and practices are protected. We were able to solve complex political problems in the northeast through these provisions of 6th schedule. Our constitution, unlike other constitution, has a flexible and accommodative framework which satisfies regional aspirations and discourages separatism. Regionalism is a part of parcel of democratic politics. Indian politics is concrete example, but the interest of the political party in power was a crucial factor to decide its success and failure. Let's wait what happened in Jammu and Kashmir, Assam and other parts of state in coming years. ഇന്ന് നമ്മൾ പറഞ്ഞത് പ്രധാനമായും ആസാമിലെ നോർത്ത് ഈസ്റ്റിലെ പ്രശ്നങ്ങളും അതേപോലെ ഗോവ, സിക്കിം തുടങ്ങിയ പ്രദേശങ്ങളിലെ ലയനവും അതോടൊപ്പം തന്നെ ഇതിൽ നിന്ന് പഠിക്കുന്ന ലെസൺസുമാണ്. ഈ പാഠഭാഗങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനി ചില ചോദ്യങ്ങളാണ്.
പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് എബൌട്ട് മൂവ്മെൻറ്റ് അഗെൻസ്റ്റ് ഔട്ട്സൈഡേഴ്സ്. പുറത്തുനിന്നുള്ളവർക്കെതിരായ പ്രസ്ഥാനത്തെക്കുറിച്ച് ഒരു ലഘു വിവരണം തയ്യാറാക്കുക. അടുത്തത് റൈറ്റ് എബൌട്ട് ദി ലിബറേഷൻ ഓഫ് ഗോവ. ഗോവയുടെ മോചനത്തെക്കുറിച്ച് ചുരുക്കി വിവരിക്കുക. അതേപോലെ തന്നെ റൈറ്റ് എബൌട്ട് ദി മെർജർ ഓഫ് സിക്കിം. സിക്കിമിൻ്റെ ലയനത്തെക്കുറിച്ചും ചുരുക്കി വിവരിക്കുക. അവസാനത്തെ ചോദ്യം റൈറ്റ് എബൌട്ട് ദി ലെസൺസ് ഫ്രം നാഷണൽ ഇൻറ്റഗ്രേഷൻ. ദേശീയോദ്ഗ്രഥനത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ പ്രാദേശിക അഭിലാഷങ്ങളിൽ നിന്ന് നമ്മുടെ രാജ്യം മനസ്സിലാക്കിയിട്ടുള്ള പാഠങ്ങൾ ചുരുക്കി വിവരിക്കുക. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്. മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹാവ് എ നൈസ് ഡേ.